ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഏറ്റവും പുതിയ വാർത്തകൾക്കും റിസൾട്ട് അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് സ്റ്റുഡൻസ് ആണ് നമുക്ക് കമന്റ് വഴിയും അല്ലാതെയൊക്കെ അയച്ചത്, സാർ ഇന്ന് റിസൾട്ട് വരുമ്പോൾ നാളെയാണോ വരുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് ഒഫീഷ്യലായിട്ട് അറിയാം എന്നാണ് റിസൾട്ട് വരുന്നത്, മെയ് 26. പക്ഷേ ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടല്ലോ നിങ്ങൾ ഇവിടെ കാണുന്നത് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ പല പാരന്റ്സിന്റെ ഇടയിലും ഒക്കെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്, ഇന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ അറിയാം 2025 അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. ഓക്കെ, അതുകൊണ്ട് ആ മെസ്സേജുകൾ ഇന്നുകൂടി കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും. അപ്പോൾ 2026 മെയ് 26 3 മണിക്ക് ഒഫീഷ്യലായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ നോക്കിയാലും അറിയാൻ സാധിക്കും. അപ്പോൾ ഈ +2 റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഭയങ്കര ടെൻഷനിലാണെന്ന് അറിയാൻ സാധിച്ചു. കാരണം നേരത്തെ വന്ന SSLC റിസൾട്ടിന്റെ ആ ഒരു തനി ആവർത്തനമാകുമോ, A+കളുടെ എണ്ണം പകുതിയായിട്ടൊക്കെ കുറയുമോ എന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും നിങ്ങൾ എഴുതി കഴിഞ്ഞു, സോ അതെന്ത് ചെയ്യുക, അതിനി അടുത്തൊരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ചവിട്ടുപടി മാത്രമായിട്ട് കാണുക. സോ നിങ്ങൾ എന്തായാലും വലിയ വിജയ ശതമാനത്തിൽ കുറവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇനി അടുത്ത എന്ത് പഠിക്കണം, അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, അതിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങൾ ഇനി തുടർന്ന് പഠിക്കുന്ന കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസും സ്കോപ്പും ജോബ് ചാൻസസും എത്രത്തോളം ആണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഈ സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാരന്റ്സ് അമിതമായിട്ട് മക്കളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക, അതുപോലെ തന്നെ വാല്യൂഷൻ ലിബറൽ ആകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കേണ്ട. എന്തായാലും നിലവിലെ സാധ്യത അനുസരിച്ച് നിങ്ങൾക്ക് വലിയ വിജയ ശതമാനത്തിലെ കുറവുകളൊന്നും ഉണ്ടാവില്ല. ബട്ട് റിയാലിറ്റി അതെന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ സയൻസ് എടുത്തവര്, കൊമേഴ്സ് എടുത്തവര്, ഹ്യൂമാനിറ്റീസ് എടുത്തവര്, ഓരോ സ്ട്രീമിലും നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ BCA, BBA, മെഡിക്കൽ കോഴ്സ്, BCom, BTech തുടങ്ങിയ അഡ്മിഷൻസ് നിങ്ങൾക്ക് പ്രീ ബുക്ക് ഉൾപ്പെടെ ചെയ്യണമെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേരും നിങ്ങൾ അടുത്ത പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ബാക്കിയൊക്കെ അയച്ചാൽ മതി. സോ വളരെ കൂളായിട്ടിരിക്കുക. എന്തായാലും റിസൾട്ടിന്റെ തുടർന്നുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്.